മൈക്രോഗ്രീൻസ് വളർത്താനായി ബിഗിനേഴ്സ് സ്വീകരിക്കുന്ന ഒരു കോമൺ മെത്തേഡാണ് ടിഷ്യൂ പേപ്പർ. കാരണം ഇത് മെസ് ഫ്രീ ആണ്, സോയിൽ ഫ്രീ ആണ്, വളരെ ഈസി ആയിട്ട് നമുക്ക് മൈക്രോഗ്രീൻസ് വളർത്താൻ പറ്റും. പക്ഷെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്, മൈക്രോഗ്രീൻസിന് 2 സ്റ്റേജസ് ആണ് ഉള്ളത്. ഒന്നാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് കോട്ടിലീഡൻ സ്റ്റേജ്, രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് ട്രൂ ലീഫ് സ്റ്റേജ്. ഈ കോട്ടിലീഡൻ സ്റ്റേജിലാണ് ഒരു ചെടിയുടെ ആദ്യത്തെ ബേബി ലീവ്സ് പുറത്തു വരുന്നത്. രണ്ടാമത്തെ സ്റ്റേജിൽ ഒരു ചെടിയുടെ റിയൽ ആയിട്ടുള്ള ലീവ്സ് പുറത്ത്. ഈ കോട്ടിലീഡൻ സ്റ്റേജസ് വരെ ഒരു ചെടിക്ക് വളരാൻ ആവശ്യമായിട്ടുള്ള എനർജി അതിന്റെ വിത്തിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടാവും, ഈ കോട്ടിലീഡൻ സ്റ്റേജിൽ മൈക്രോഗ്രീൻസിന്റെ ന്യൂട്രീഷൻ കുറയുമോ എന്ന്. പക്ഷേ ന്യൂട്രീഷൻ ഒരിക്കലും കുറയില്ല, കൂടുതൽ ന്യൂട്രീഷൻ അതിന് ഡെവലപ്പ് ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളതാണ്. ടിഷ്യൂവിൽ ന്യൂട്രീഷൻ സോഴ്സ് ഒന്നും തന്നെ ഇല്ല, നോ സോയിൽ നോ മിനറൽ. അതുകൊണ്ട് തന്നെ മൈക്രോഗ്രീൻസിന്റെ ഗ്രോത്ത് സ്ലോ ആയിരിക്കും, അതിന്റെ ലീവ്സ് പെയിൽ ആവും, അതിന്റെ ഫ്ലേവർ കുറയും. ട്രൂ ലീവ്സ് വരെ മൈക്രോഗ്രീൻസ് വളരണമെങ്കിൽ കൊക്കോപീറ്റ് അല്ലെങ്കിൽ ഓർഗാനിക് സോയിൽ പോലുള്ള ഒരു മീഡിയം വളരെ അത്യാവശ്യമാണ്. സോ നിങ്ങൾ തീരുമാനിക്കൂ, ന്യൂട്രീഷൻ കുറവുള്ള കോട്ടിലീഡൻ സ്റ്റേജിലുള്ള മൈക്രോഗ്രീൻസ് കഴിക്കണോ അതോ ന്യൂട്രീഷൻ പാക്ഡ് ആയിട്ടുള്ള മൈക്രോഗ്രീൻസ് കഴിക്കണോ എന്നുള്ളത്. നിങ്ങൾക്ക് മുഴുവൻ ന്യൂട്രീഷനും ഉള്ള മൈക്രോഗ്രീൻസ് വേണമെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഓർഡർ ചെയ്യാവുന്നതാണ്. താങ്ക് യു.